നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. 8ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം നമ്മുടെ 1ാമത്തെ യൂണിറ്റ് മനസ്സ് നന്നാവട്ടെ. അതിൽ ഉൾപ്പെടുന്ന തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ഭാഗമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ക്ലാസ്സിലേക്ക് വായോ വായോ, കാണൂ കാണൂ, കേൾക്കൂ കേൾക്കൂ, പഠിക്കൂ പഠിക്കൂ. നമുക്ക് പഠിക്കാമല്ലേ? സിനിമ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപമാണ്. ആധുനിക കാലത്ത് ജനങ്ങൾ ഏറ്റവും അധികം കാണുന്ന, ആസ്വദിക്കുന്ന ഒരു കല തന്നെയാണ് സിനിമ. നിങ്ങൾ സിനിമ കാണാറുണ്ടോ? എവിടെ പോയാ സിനിമ കാണുന്നത്? സിനിമ തിയേറ്ററിൽ പോയാണോ? ഇപ്പോൾ പണ്ടത്തെ പോലെ എല്ലാവരും ഒന്നും തിയേറ്ററുകളിൽ പോയി സിനിമ കാണുന്നില്ല. കാരണം നമ്മുടെ കയ്യിൽ തന്നെ സിനിമ കാണാനുള്ള സാഹചര്യം ഇന്നുണ്ട്. വീട്ടിലിരുന്ന് നമുക്ക് ടിവിയിലും മൊബൈൽ ഫോണിലും അതുപോലെയുള്ള ഉപകരണങ്ങളിലൊക്കെ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമ കാണാൻ സാധിക്കുന്നു. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ ആരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്? പി പത്മരാജൻ. കേട്ടിട്ടുണ്ടോ ഈ പേര്? മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു സംവിധായകനും തിരക്കഥാകൃത്തും സാഹിത്യകാരനുമാണ് പി പത്മരാജൻ. അദ്ദേഹം 1945 മെയ് 23 ആലപ്പുഴയ്ക്കടുത്ത് മുതുകുളത്താണ് ജനിച്ചത്. അദ്ദേഹം എഴുതിയ ഒരു നോവലുണ്ട്, പെരുവഴിയമ്പലം. ആ പെരുവഴിയമ്പലം എന്ന നോവലിനെ അദ്ദേഹം തിരക്കഥ ആക്കി മാറ്റുകയും അത് സംവിധാനം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. പെരുവഴിയമ്പലം അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് നല്ല നല്ല നിരവധി സിനിമകൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ ചിലതിൻ്റെ പേര് ഞാനിവിടെ സൂചിപ്പിക്കാം. ഒരു പക്ഷേ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ചിലപ്പോൾ ആ സിനിമകൾ കണ്ടിട്ടുണ്ടാകാം. എന്തായാലും ഒന്ന് കേട്ടു നോക്കൂ. കള്ളൻ പവിത്രൻ, ഒരിടത്തൊരു ഫയൽവാൻ, അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ, നവംബറിന്റെ നഷ്ടം, നൊമ്പരത്തിപ്പൂവ്, തൂവാനത്തുമ്പികൾ, അപരൻ, 3ാം പക്കം, ഇന്നലെ, ഞാൻ ഗന്ധർവൻ. ഇത്രയുമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. ഈ പേരുകൾ കേട്ടപ്പോൾ ഇതിൽ ചിലതെല്ലാം നിങ്ങൾക്ക് ഒട്ടും തന്നെ പരിചയമില്ലാത്ത പേരുകളാണ്. എന്നാൽ ചില സിനിമകൾ നല്ല പരിചയമുള്ളവയുമാണ്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ളവയും ആയിരിക്കും, അല്ലേ? അദ്ദേഹം ഏകദേശം 16 നോവലുകളും 35 തിരക്കഥകളും അതിനേക്കാളധികം ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. പി പത്മരാജന്റെ രചനകളെ കുറിച്ച് അല്ലെങ്കിൽ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കഥകളിലെല്ലാം നിഗൂഢത നിറഞ്ഞു നിൽക്കുന്ന ഒരു ശൈലി നമുക്ക് കാണാൻ സാധിക്കും. മിക്കവാറും സിനിമകൾ ആ കാണുന്ന ജനഹൃദയങ്ങളിൽ ഒരു കാലത്തും മായാതെ അങ്ങനെ നിറഞ്ഞു നിൽക്കും. 3ാം പക്കം എന്ന സിനിമ അതുല്യ നടൻ തിലകൻ മുത്തച്ഛനായിട്ടും ജയറാം എന്ന നടൻ ചെറുമകനായും അഭിനയിച്ച ചലച്ചിത്രം. വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു അവധിക്കാലത്ത് മുത്തച്ഛനോടൊപ്പം സമയം ചിലവഴിക്കാൻ എത്തുന്ന ചെറുമകൻ, ആ മുത്തച്ഛന്റെയും ആ കൊച്ചുമകന്റെയും സന്തോഷം നിറഞ്ഞ ദിനങ്ങൾ.
സിനിമ കാണുന്ന നമ്മുടെ ഉള്ളിലും ആ സന്തോഷം അലയടിച്ചെത്തും. ഒടുവിൽ തന്റെ കൂട്ടുകാരോടൊപ്പം കടലിൽ കുളിക്കാൻ പോകുന്ന ആ മകൻ കടൽ തിരയിൽ എവിടെയോ അപ്രത്യക്ഷനാകുന്നു. മൂന്നാമത്തെ ദിവസം കടൽ തീരത്തടിയുന്ന ആ മകന്റെ മൃതശരീരം. ആ കഥയുടെ കഥാതന്തു അതാണ്. ആ മുത്തച്ഛന്റെ ദുഃഖം നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകും. ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത കുറേ രംഗങ്ങൾ ആ സിനിമ നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സിനിമ കണ്ടത്. പക്ഷെ ഇപ്പോഴും അതിലെ പല രംഗങ്ങളും എൻ്റെ മനസ്സിൽ അന്ന് കണ്ടതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഇന്നലെ എന്ന ഒരു സിനിമ, ഒരു ബസ് അപകടത്തിൽപ്പെട്ട് ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും മരണമടയുന്നു, ഒരാളൊഴികെ, ഒരു പെൺകുട്ടി. പക്ഷെ അവൾക്ക് അവളുടെ ഭൂതകാല സ്മരണകളെല്ലാം, അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. അവളെ സംരക്ഷിക്കുന്ന ഒരു കുടുംബം. അങ്ങനെ പോകുന്ന ഇന്നലെ എന്ന സിനിമ, അങ്ങനെ നിരവധി നിരവധി സിനിമകൾ. ഇതിലെല്ലാം ഒരു പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചലച്ചിത്രം അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ അതേത് സിനിമയാണെന്ന്. മുത്തശ്ശി കഥകളിൽ മാത്രം കണ്ടും കേട്ടും പരിചയമുള്ള ഗന്ധർവൻ. ആ ഗന്ധർവനെ ഭൂമിയിൽ കൊണ്ടുവന്നു, നമ്മളും കണ്ടു. ഏതാണ് ആ സിനിമ? ഇപ്പോൾ നിങ്ങൾക്ക് ആ സിനിമയുടെ പേര് ഓർമ്മ വന്നിട്ടുണ്ടാകും. ഞാൻ ഗന്ധർവൻ. കണ്ടിട്ടില്ലേ? നല്ലൊരു സിനിമയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മലയാള ചലച്ചിത്ര ലോകത്തിന് അനവധി കലാമൂല്യമുള്ള ചലച്ചിത്രങ്ങൾ സംവിധാനവും തിരക്കഥയും എഴുതി നൽകിയിട്ടുള്ള അതുല്യ പ്രതിഭ തന്നെയാണ് പി പത്മരാജൻ. അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു മലയാള ചലച്ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. 1985 ഈ ചലച്ചിത്രം പുറത്തിറങ്ങുന്നത്. ആ വർഷത്തെ ഏറ്റവും മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം, ദേശീയ പുരസ്കാരം ഈ ചലച്ചിത്രത്തിന്, തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ചലച്ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി. ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ, ഒരു കുടുംബ വീട്ടിൽ, അവിടെ അമ്മയുടെ പിറന്നാളും അവധിക്കാലവും ചെലവഴിക്കാനായി എത്തുന്ന മക്കളും കൊച്ചുമക്കളും, അമ്മയോടൊപ്പം അവർ കഴിഞ്ഞുകൂടുന്ന, അവർ സന്തോഷത്തോടെ ജീവിക്കുന്ന കുറച്ച് ദിവസങ്ങൾ, അതിനിടയിൽ സംഭവിക്കുന്ന ചില അവസ്ഥകൾ, ഇതെല്ലാമാണ് ഈ സിനിമയിലൂടെ നമ്മൾ കാണുന്നത്. മലയാളത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ കവിയൂർ പൊന്നമ്മ, ആ അഭിനേത്രി ഈ സിനിമയിലെ അമ്മ എന്ന കഥാപാത്രത്തെ അതുല്യ ശോഭയോടെ അവതരിപ്പിക്കുന്നു. പിന്നെ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മമ്മൂട്ടി, കരമന ജനാർദ്ദനൻ നായർ, ശ്രീവിദ്യ തുടങ്ങിയ അനേകം കലാകാരന്മാരും കലാകാരികളും ഈ സിനിമയെ പൂർണ്ണതയിലെത്തിക്കുന്നു. നമുക്ക് നമ്മുടെ പാഠത്തിന്റെ ആശയത്തിലേക്കൊന്ന് പോകാം. സിനിമയുടെ അല്ലെങ്കിൽ പാഠത്തിന്റെ ആശയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇത് ഒരു തിരക്കഥയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്താണ് തിരക്കഥ? കഥകളിയുടെ സാഹിത്യ രൂപത്തിന് പറയുന്ന പേരാണ് ആട്ടക്കഥ. അതുപോലെ ഒരു നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ആ നാടകത്തിന് വേണ്ട ഒരു സാഹിത്യ രൂപമുണ്ട്, അതാണ് നാടകം എന്ന കൃതി. അതുപോലെയെല്ലാം നമ്മുടെ സിനിമയ്ക്കും ഒരു സാഹിത്യ രൂപമുണ്ട്. സിനിമയുടെ സാഹിത്യ രൂപത്തിന് പറയുന്ന പേരാണ് തിരക്കഥ. സിനിമയ്ക്ക് ഒരു കഥ വേണമല്ലോ. ആ കഥയെ തിരക്കഥയാക്കി മാറ്റുമ്പോഴാണ് സിനിമയിൽ ആവിഷ്കരിക്കാൻ സാധിക്കുക. ഒരു സിനിമയുടെ അസ്ഥിവാരമെന്ന് നമുക്ക് തിരക്കഥയെ വിശേഷിപ്പിക്കാം. നല്ല ഒരു തിരക്കഥ ഒരു നല്ല സിനിമയുടെ വിജയത്തിന് അനിവാര്യമാണ്.
എന്താണ് ഈ തിരക്കഥയുടെ പ്രത്യേകത? തിരക്കഥയിൽ ഒരു കഥ വേണം, പിന്നെ സംഭാഷണങ്ങൾ വേണം. കഥാപാത്രങ്ങൾ സംസാരിക്കണമല്ലോ, സംഭാഷണങ്ങൾ വേണം. കഥാപാത്രങ്ങളുടെ പ്രവൃത്തികൾ രേഖപ്പെടുത്തണം. ഇതിനേക്കാളെല്ലാം ഏത് സമയത്താണ് കഥ നടക്കുന്നത്, ഏതു സ്ഥലത്താണ് കഥ നടക്കുന്നത്, ഇതെല്ലാം വ്യക്തമായി ഉണ്ടായിരിക്കണം. ഇവയെല്ലാം ചേർന്നതാണ് തിരക്കഥ. നമ്മുടെ സിനിമ തിങ്കളാഴ്ച നല്ല ദിവസം. ഒരു നാട്ടിൻപുറം, അവിടെ ഒരു തറവാട്, അവിടെ സ്നേഹം മാത്രം കൈമുതലായിട്ടുള്ള ഒരമ്മ, മുഖം നിറയെ പുഞ്ചിരിയുമായിട്ട് ഏതൊരു പ്രവൃത്തിയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരമ്മ. അമ്മയുടെ പേര് ജാനകിക്കുട്ടി. അമ്മയോടൊപ്പം അമ്മയുടെ 2 മക്കളും ഇല്ല, 2 ആൺമക്കൾ. അവർ കുടുംബസഹിതം മറുനാടുകളിൽ ജീവിക്കുകയാണ്. അമ്മ ഒറ്റയ്ക്കല്ല വീട്ടിൽ. അമ്മയെ സഹായിക്കുന്നതിന് അമ്മിണി, അശോകൻ എന്നീ ആളുകളുമുണ്ട്. മക്കൾ അടുത്തില്ലെങ്കിലും അമ്മ തന്റെ ദുഃഖങ്ങളൊന്നും പുറത്തു കാണിക്കാതെ സന്തോഷവതിയായി തന്റെ വീട്ടിൽ വളർത്തുന്ന പശുവിനോടൊപ്പവും ആടുകളോടൊപ്പവും വീട്ടിൽ പറമ്പിലുള്ള മരങ്ങൾ, അതാണ് പ്രത്യേകത. ആ മരങ്ങളിൽ ചിലതിന് അമ്മ തന്റെ മക്കളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. തന്റെ മരിച്ചുപോയ മകൾ മാലിനിയുടെ പേരാണ് ഒരു മരത്തിന്. ആ മരം തന്റെ മകളാണെന്ന് വിചാരിച്ച് അമ്മ അതിന് സമീപം ചെന്ന് നിന്ന് സംസാരിക്കും. അതുപോലെ തന്റെ മരിച്ചുപോയ ഭർത്താവ്, അദ്ദേഹത്തെയും ഒരു മരത്തിന് സമമായി പേരുകൾ നൽകി കണ്ട് സംസാരിക്കുന്ന അമ്മ. ചുരുക്കത്തിൽ അമ്മയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ദുഃഖങ്ങളോ ഒന്നുമില്ലാതെ അങ്ങനെ ജീവിക്കുന്നു. ഈ അവസരത്തിലാണ് വേനലവധിക്കാലം വന്നത്, അമ്മയുടെ പിറന്നാളും വന്നത്. 2 ആൺമക്കളും അവരുടെ ഭാര്യമാരും മക്കളും എല്ലാം ആ വീട്ടിലേക്ക് എത്തുകയാണ്. അവരുടെ വരവ് അമ്മ സസന്തോഷം സ്വീകരിക്കുന്നു. അമ്മയ്ക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം, എല്ലാവർക്കും, മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം. സന്തോഷത്തോടെ അങ്ങനെ കഴിഞ്ഞുകൂടവെയാണ് അവിടെ ഒരു വലിയ പ്രത്യാഘാതം, ഒരു വലിയ പ്രശ്നം രൂപം കൊള്ളുന്നത്. മറ്റൊന്നുമല്ല, അമ്മ തന്റെ സമ്പത്തെല്ലാം മക്കൾക്ക് ഷെയർ ചെയ്തു കൊടുത്തിരുന്നു. വീട് ഇളയ മകനായ ഗോപന്റെ പേരിലാണ് കൊടുത്തത്. ഗോപനാണെങ്കിൽ പണത്തിന് കുറെ ആവശ്യം വന്നിരിക്കുന്നു. അതിനാൽ അയാൾ ഇത്തവണ വന്നപ്പോൾ ഈ വീട് വിൽക്കാനാണ് തീരുമാനിക്കുന്നത്. വീട് വിറ്റാൽ അമ്മയെ എന്തു ചെയ്യും? അമ്മയാണെങ്കിൽ വീട് വിട്ട് എങ്ങും പോവുകയില്ല. മക്കളുടെ കൂടെ മറ്റു നാടുകളിൽ പോയി താമസിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ അമ്മയെ എന്തു ചെയ്യും? അതിനും അവർ ഒരു തീരുമാനമെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മയെ ശരണാലയത്തിലാക്കുക. ശരണാലയം, വൃദ്ധസദനം. നമ്മുടെ അമ്മ ഇതൊന്നും അറിയുന്നില്ല, മക്കളുടെ ആ മനസ്സിലുള്ള തീരുമാനങ്ങൾ. സന്തോഷത്തോടെ ദിനങ്ങൾ തള്ളി നീക്കുന്ന അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. ഇനി നമുക്ക് നമ്മുടെ തിരക്കഥ ഭാഗത്തേക്ക് കടക്കാം. സിനിമയുടെ അവസാന ഭാഗങ്ങളിലുള്ള ചില രംഗങ്ങളാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. ഇതാ ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. മായാത്ത കഥകളിലെ നക്ഷത്ര കണ്ണുകൾ, പാൽ പുഞ്ചിരികൾ, അകന്നു പോകുന്ന താരാട്ടീണങ്ങൾ. ഒരമ്മ തന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന അനുഭവങ്ങളാണ്, സാഹചര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തന്റെ കുഞ്ഞുമക്കൾക്ക് അമ്മ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. ആ കഥകൾ കേട്ടിട്ട് കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ നക്ഷത്രം പോലെ തിളങ്ങുന്നു. അവരുടെ മുഖത്ത് പാൽ പുഞ്ചിരി വിരിയുന്നു. അമ്മയുടെ താരാട്ടുപാട്ട്, അതിന്റെ ഈണങ്ങൾ കേട്ട് കേട്ട് ആ കുഞ്ഞുങ്ങൾ അങ്ങനെ ഉറങ്ങുന്നു. അതെ, അമ്മ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സമ്പത്തുകൾ. തിങ്കളാഴ്ച നല്ല ദിവസം. ഇത് തിരക്കഥയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ രംഗങ്ങൾ ഉണ്ടാകും, സമയമുണ്ടാകും.
ഇവിടെ സീൻ 31, സമയം പകലാണ്. നമ്മുടെ അമ്മ പറമ്പിൽ ആടിനെ അഴിച്ച് നടന്നു വരികയാണ്. അമ്മയുടെ ഒപ്പം അംബികയും ബിന്ദുവും റീതുവും ഉണ്ട്. മൂത്ത മകന്റെ ഭാര്യയാണ് അംബിക, ഇളയ മകന്റെ ഭാര്യയാണ് ബിന്ദു, അവരുടെ കുട്ടിയാണ് റീതു. ആടിനെ അഴിച്ച് അമ്മ യാതൊരു പ്രശ്നവുമില്ലാതെ അങ്ങനെ കയറി വരുമ്പോൾ ബിന്ദു പറയുന്നു, അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്ക് കിടന്നുള്ള അലച്ചിലും ബുദ്ധിമുട്ടുമൊക്കെ ഒന്ന് അവസാനിക്കാൻ പോവുക. അമ്മ, എനിക്ക് എന്തോ അലച്ചില്? ബിന്ദു, അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. എന്തോ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ബിന്ദു സംസാരിക്കുന്നത്. അമ്മയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ആടിനെ കെട്ടി പശുവിന്റെ അരികിലെത്തി അതിന് വെള്ളം കൊടുക്കുന്ന അമ്മയുടെ ജോലി തുടരുകയാണ്. അംബിക പതുക്കെ പറയുന്നു, ബിന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. കണ്ടില്ലേ, അമ്മ ആടിനെ കെട്ടുന്നു, അതിന് വെള്ളം കൊടുക്കുന്നു. അമ്മയ്ക്ക് നല്ല ഹെൽത്ത് ഉണ്ട്, ആരോഗ്യമുണ്ട്. ബിന്ദു പറയുന്നു, കുഴപ്പം ഉണ്ടെന്നുള്ളതല്ല, അമ്മയ്ക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പാതി അംബികയോടായി പറയുന്നു, അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവര് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? എന്താ ചെയ്യുന്നത്? നമുക്കൊന്ന് നോക്കാം. നല്ല കംഫർട്ടബിൾ ആയിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പറ്റിയ ഒരു സെന്റർ നോക്കി അങ്ങോട്ട് മാറും. മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടി ആവുമ്പോ കാണണം ചിലരെയൊക്കെ. എന്ത് ഹാപ്പിയാണെന്ന് അറിയുവോ? അങ്ങനെയൊരു സ്ഥലം അമ്മയെ കൊണ്ട് ചെന്ന് കാണിക്കാൻ പോവുക. ഇപ്പോൾ കാര്യത്തിലേക്ക് പതുക്കെ പതുക്കെ കടന്നു വന്നിരിക്കുകയാണ് അല്ലെ? ബിന്ദുവിന്റെ സംസാരത്തിൽ നിന്നും അത് നമുക്ക് വ്യക്തമായിരിക്കുന്നു. അമ്മയെ ഒരു ശരണാലയത്തിലേക്ക് ആക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഗുണങ്ങൾ ഇവിടെ വർണ്ണിക്കുകയാണ്. കംഫർട്ടബിൾ, അത് നല്ല സൗകര്യപ്രദമാണ്, സുഖകരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അമ്മ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അമ്മ പറയുന്നു, എന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു പണിയുമില്ല, വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങിരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രയർ ഉണ്ട്, എക്സസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും. പിന്നെ ദിവസം ഡോക്ടർ വരും നോക്കൂ. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷേ കുറെ കൂടി കംഫർട്ടബിൾ ആയ ഒരു വീട്. കേൾക്കാൻ നല്ല സുഖം തന്നെ അല്ലേ? ഒരു പണിയും ചെയ്യണ്ട, സുഖമായിട്ട് അങ്ങനെ ടിവിയും വീഡിയോയും ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കാം, പ്രാർത്ഥിക്കാം. പിന്നെ എക്സസൈസ് ഉണ്ട്, പിന്നെ അവിടെ എല്ലാ ഡെയിലീസും എല്ലാ പത്രങ്ങളും ഉണ്ട്, പീരിയോഡിക്കൽസ് എല്ലാ മാസികകൾ അതുമെല്ലാം വരും, അതൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കാം. പിന്നെ അസുഖമൊക്കെ നോക്കാൻ ഡോക്ടർമാര് വരും. ബന്ധുക്കളോട് എപ്പോഴും ടച്ചിലിരിക്കാം, ബന്ധപ്പെട്ടുകൊണ്ട് ഫോണിലൂടെയൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ, ബന്ധുക്കളുടെ വീടുകളിൽ, മക്കളുടെയൊക്കെ അടുത്ത് പോയിട്ട് താമസിക്കുകയും ചെയ്യാം ഇടയ്ക്കൊക്കെ. വീട് തന്നെ, പക്ഷേ കുറെ കൂടി കംഫർട്ടബിൾ, കുറെ കൂടി സൗകര്യപ്രദമായ, സുഖപ്രദമായ ഒരു വീട്. ബിന്ദു അങ്ങനെ നമ്മുടെ അമ്മയെ അതിലേക്ക് അങ്ങോട്ട് വരുത്തുകയാണ്, ആ ഇഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ ഗുണങ്ങളും വർണ്ണിച്ച് അമ്മയെ കേൾപ്പിക്കുകയാണ്. ബിന്ദു ചോദിക്കുന്നു, അമ്മ അത്തരം സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ പോലത്തെ സ്ഥലത്തെ പറ്റി. അമ്മ പറയുന്ന മറുപടി ഒന്ന് ശ്രദ്ധിക്കൂ. സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടം ഇതുപോലെ ആർക്കും പ്രത്യേകിച്ചൊരു പണിയുമില്ല. അവിടെ പിന്നെ ആടാം പാടാം, അങ്ങനെയും കൂടൊക്കെ ഉണ്ട്. നല്ല മറുപടി അല്ലേ? സ്വർഗം, നമ്മൾ
അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടല്ലോ. നമ്മുടെ മരണശേഷം സ്വർഗം, നരകം. നരകത്തിൽ ചെന്നാൽ എല്ലാവിധ പീഡനങ്ങളും ദുരിതങ്ങളും അനുഭവിക്കണം. സ്വർഗത്തിൽ ചെന്നാൽ സുഖം, സുന്ദരം. അപ്പോൾ നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകണം എന്നല്ലേ ആഗ്രഹിക്കുക. അവിടെ ഒന്നും ചെയ്യേണ്ട, സുഖമായിട്ട് അങ്ങ് ഇരുന്നാൽ മതി. അപ്പൊ അമ്മ പറയുന്നു, നീ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ട്, അത് സ്വർഗലോകമാണ്. അവിടെ പിന്നെ നൃത്തവും പാട്ടുമൊക്കെ ഉണ്ട്. ആ കാര്യം നീ ഇവിടെ പറഞ്ഞിട്ടില്ല. ബിന്ദു പറയുന്നു, അയ്യോ അമ്മേ, ഇത് സ്വർഗലോകമല്ല, ഇതിന്റെ പേരാണ് എന്ത്? ശരണാലയം. ആ രംഗം അവിടെ തീർന്നു. ഇനി അടുത്ത സീനിലേക്ക്, രംഗത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച ആ സീനില് അമ്മയും 2 മരുമക്കളും ഒരു ചെറിയ കുട്ടിയും മാത്രമാണുള്ളത്. ഇനി അടുത്ത സീൻ നമ്പർ 32 പകൽ സമയം തന്നെ. ഇവിടെ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വീടിന് പുറത്ത് ഉമ്മറത്തോ മറ്റോ അമ്മയും മകനുമുണ്ട്. അമ്മ നാരായണൻകുട്ടിയെ നോക്കി. മൂത്ത മകനാണ് നാരായണൻകുട്ടി. നാരായണൻകുട്ടി, ഇത് വല്ലതും കേട്ടായിരുന്നോ? നാരായണൻകുട്ടി, ആ, ഞാൻ കുറച്ച് കേട്ടു. അമ്മ, ഇവിടം വിൽക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നത്. നാരായണൻകുട്ടി മൗനം പാലിക്കുന്നു. ഗോപനെ ലേശം ശുണ്ഠി അത് പിടിപ്പിച്ചു. ഗോപൻ, ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാ. വീട് വിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ മുൻപ് ആലോചിച്ചിട്ടുണ്ട്. അമ്മ, ആണോടാ? ആ, ഏതാണ്ടെല്ലാം പറഞ്ഞു. അത് കേൾക്കുമ്പോൾ അമ്മയുടെ ഉത്തരമൊന്ന് നോക്കൂ. അപ്പോ നീയും കൂടെ അറിഞ്ഞോണ്ടാണോ എന്നോടിത് ഒളിച്ചു വെച്ചത് ഇത്രയും നാളും? കണ്ടോ, ഈ വീടും സ്ഥലവും വിൽക്കാൻ തീരുമാനമെടുത്തു. 2 ആൺമക്കളും അതെല്ലാം തീരുമാനിച്ചു വച്ചിരിക്കുന്നു. പക്ഷെ അമ്മയോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ മൂത്ത മകനായ നാരായണൻകുട്ടിയും കൂടി അറിഞ്ഞിട്ടാണോ ഇതെല്ലാം ഒളിച്ചു വച്ചത്? അവരുടെ സ്വരത്തിൽ പെട്ടെന്നൊരു വിതുമ്പൽ വന്നു. ഉടൻ തന്നെ അവരത് നിയന്ത്രിച്ചു. പിറകിൽ അംബിക കടന്നു വരുന്നു. നാരായണൻകുട്ടി പറയുന്നു, ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ മണി കുറെ കാശ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാശ് വേണം. അതിന് വീട് കൊടുത്താലോ എന്നവൻ എന്നോട് ചോദിച്ചു. അവന്റെ ഷെയറിലാ വീട്. എനിക്കതിൽ തലയിടാൻ ഒക്കുകയില്ല. ഇതാണ് മൂത്ത മകന്റെ മറുപടി. മണി എന്ന് പറയുന്നത് ഇളയ മകനായ ഗോപനെ വീട്ടിൽ വിളിക്കുന്നതാണ്. ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ കുറെ കാശ് കൊടുത്തിട്ടുണ്ട്. ഇനി കുറെ കാശ് കൂടി വേണം. ആ കാശിനായിട്ട് ഈ വീട് വിൽക്കാൻ പോവുകയാണ്. വീട് ഈ ഗോപന്റെ പേരിൽ ഷെയർ നൽകിയിട്ടുമുണ്ട്. ഇത് കേട്ടപ്പോൾ ഗോപനും ലേശം ചൂട് കയറി. ഗോപൻ പറയുന്നു, അങ്ങനെയങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാവുകയില്ല. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്നു നിൽക്കണം. അതെത്ര പറഞ്ഞാലും കേൾക്കുകയില്ല. അതുകൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിലിരിക്കുന്ന കാര്യങ്ങളാ. എല്ലാരും കൂടെ ഒന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്ന കാര്യങ്ങളാ. ചേട്ടനെ ഉദ്ദേശിച്ചിട്ട് അതിനാരും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗോപന്റെ ഉള്ളിൽ നിന്നും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നിരിക്കുന്നു. സ്ഥലവും വീടും വിൽക്കണം. വിറ്റ് കഴിഞ്ഞാൽ അമ്മയെ എന്തു ചെയ്യണം? അമ്മ മക്കളുടെ കൂടെ പുറം രാജ്യങ്ങളിലേക്ക് പോവുകയില്ല. പിന്നെ അമ്മയെ ആരെങ്കിലും നോക്കണ്ടേ? അമ്മയ്ക്ക് താമസിക്കാൻ സ്ഥലം വേണ്ടേ? അതിന് കുറച്ച് നല്ല സൗകര്യങ്ങളും നോക്കാൻ ആളുകളുമുള്ള ഒരു സ്ഥലത്തേക്ക് അമ്മയെ മാറ്റാൻ തീരുമാനിച്ചു. ഇത് കേട്ടിട്ട് അംബിക പറയുന്നു, വീടും പറമ്പും ഗോപന്റെ ഷെയറാ. അതെന്താന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തേക്കണം. പക്ഷേ അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. ആ വാചകം ഒന്ന് ശ്രദ്ധിക്കൂ. വീടും പറമ്പും ഗോപന്റേതാണ്, അവന്റെ ഷെയറാണ്. അപ്പോൾ ഗോപന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം.
പക്ഷെ അമ്മ ആരുടെയും ഷെയർ അല്ലല്ലോ. ഗോപന്റെയോ നാരായണൻകുട്ടിയുടെയോ അങ്ങനെ ആരുടെയും ഷെയർ അല്ല. അതുകൊണ്ട് അമ്മയെ എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ഗോപൻ ഇവിടെ അവകാശമില്ല എന്നർത്ഥം. അമ്മയെ ശരണാലയത്തിലാക്കണം എന്ന് ഗോപൻ ഇവിടെ പറഞ്ഞല്ലോ. അതിന് ഗോപൻ അവകാശമില്ല. കാരണം അമ്മ ആരുടെയും ഷെയറിലല്ല. ആ സീൻ അങ്ങനെ അവസാനിക്കുകയാണ്. ഇനി സീൻ 60 നമ്മൾ പോകുന്നത്. അതിനിടയിൽ കുറച്ച് സീനുകൾ നമുക്ക് പഠിക്കാനായിട്ടില്ല. സമയം രാവിലെ, അന്ന് തിങ്കളാഴ്ചയാണ്. അമ്മ ആ വീടിന്റെ പടിയിറങ്ങി. അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു തുണിസഞ്ചി പോലും. എല്ലാവരും ഉണ്ട്. 2 മക്കളും അവരുടെ കുടുംബവും, വേണുവും അശോകനും അമ്മിണിയും. വേണു നമ്മുടെ അമ്മയുടെ മകൾ മാലിനിയുടെ, മരിച്ചുപോയ മാലിനിയുടെ മകനാണ്. മുറ്റത്ത് ഒരു ടൂറിസ്റ്റ് അംബാസിഡർ കിടപ്പുണ്ട്. ഡ്രൈവർ കാത്തു നിൽക്കുന്നു. പിൻ സീറ്റിൽ അമ്മയ്ക്ക് തലയണയും കുഷ്യനും എല്ലാം ഉണ്ട്. അമ്മ കരയുന്നില്ല. ഒരു തരം പ്രത്യേക പ്രസന്നത മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെയാണ്. അങ്ങനെ ആ ദിവസം എത്തുകയാണ്, ആ തിങ്കളാഴ്ച എത്തുകയാണ്. അന്നാണ് അമ്മ ശരണാലയത്തിലേക്ക് പുറപ്പെടുന്നത്. മക്കളുടെ തീരുമാനം അമ്മ അംഗീകരിക്കുകയാണ്. താൻ ശരണാലയത്തിലേക്ക് പോയിക്കൊള്ളാം എന്ന് അമ്മ അവരോട് പറയുന്നു. അതനുസരിച്ച് ഇതാ പുറപ്പെടുന്നു. എല്ലാവരും അമ്മയുടെ ആ യാത്ര, അങ്ങനെ യാത്ര പുറപ്പെടൽ നോക്കി നിൽക്കുകയാണ്. കാറിന്റെ അടുത്തെത്തി അമ്മ നിന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട്, അമ്മ സന്തോഷത്തോടെയാണോ ശരണാലയത്തിലേക്ക് പുറപ്പെടുന്നത്? അമ്മയുടെ മുഖത്ത് ഒരു പ്രസന്നതയുണ്ടെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ആ പ്രസന്നത മനഃപൂർവ്വം വരുത്തിയതാണെന്നും പറയുന്നു. തീർച്ചയായിട്ടും അമ്മയ്ക്ക് ശരണാലയത്തിൽ പോകാൻ ഒട്ടും ഇഷ്ടമുണ്ടാവുകയില്ല. പിന്നെ അമ്മയുടെ ഇഷ്ടം എന്താണ്? തൻ്റെ വീട്ടിൽ, തൻ്റെ വീടിന്റെ ചുറ്റുപാടും താൻ ഇത്രയും കാലം ജീവിച്ചതുപോലെ ജീവിക്കുക. തൻ്റെ മരണം എന്ന് നടക്കുന്നുവോ അന്ന് വരെ ആ വീട്ടിൽ ജീവിക്കുക. അതായിരുന്നു അമ്മയുടെ ഇഷ്ടം. രാവിലെ എഴുന്നേറ്റ് കുളത്തിൽ കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് വീട്ടിലെത്തുന്ന അമ്മ, വീട്ടിലെ പശുവിനെയും പശുക്കുട്ടിയെയും സ്നേഹിക്കുന്ന അമ്മ, ആടിനെയും ആട്ടിൻകുട്ടികളെയും പരിപാലിക്കുന്ന അമ്മ, തൻ്റെ പറമ്പിൽ മരങ്ങളിൽ താൻ പേര് നൽകി വിളിക്കുന്ന ബന്ധുജനങ്ങളോട് സംസാരിക്കുന്ന, തൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും പരിഭവങ്ങളും പറയുന്ന അമ്മ, വല്ലപ്പോഴും വീട്ടിലെത്തുന്ന മക്കളെയും കൊച്ചുമക്കളെയും സന്തോഷത്തോടെ എതിരേൽക്കുന്ന അമ്മ, അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് സന്തോഷത്തോടെ കൊടുക്കുന്ന അമ്മ. ആ ഒരു ജീവിതമായിരുന്നു അമ്മയ്ക്കിഷ്ടം. അമ്മ പറഞ്ഞിരുന്നു, ഞാൻ കിടന്നുറങ്ങുന്ന ഈ കട്ടിലിൽ കിടന്നു വേണം മരിക്കാൻ. മരിച്ചു കഴിഞ്ഞാലും കുറച്ച് സമയം കൂടെ എനിക്ക് ഈ കട്ടിലിൽ തന്നെ കിടക്കണം. പിന്നെ പറമ്പിലുള്ള ആ മാവ് വെട്ടി ഈ പറമ്പിൽ തന്നെ എനിക്ക് ചിതയൊരുക്കണം. ഇത് ആ അമ്മയുടെ വലിയ ആഗ്രഹങ്ങളായിരുന്നു. ആ ആഗ്രഹങ്ങളെല്ലാമാണ് ഇവിടെ തകർന്നടിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ ഈ ശരണാലയത്തിലേക്കുള്ള യാത്ര വളരെ ദുഃഖം നിറഞ്ഞത് തന്നെയാണ്. പുറമേക്ക് പ്രസന്നത നടിക്കുന്നുണ്ടെങ്കിലും അമ്മയുടെ ഹൃദയം വിങ്ങിപ്പൊട്ടുകയായിരിക്കാം. തൻ്റെ മക്കൾ, താൻ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ തൻ്റെ മക്കൾ തൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തൻ്റെ ആരുമല്ലാത്ത കുറെ ആളുകളുടെ ഇടയിലേക്ക് തള്ളി വിടുകയാണ്. ആ ഒരു ചിന്ത അമ്മയുടെ മനസ്സിൽ എത്ര വേദന ഉണ്ടാക്കിയിരിക്കണം. തീർച്ചയായും നമുക്കത് നമ്മുടെ മനസ്സിൽ കാണാൻ സാധിക്കും. അമ്മ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. എല്ലാരോടും ഞാൻ യാത്ര പറയുന്നു. ബാക്കി പറയാൻ അമ്മയ്ക്ക് സാധിക്കുന്നില്ല. ആരും ഒന്നും മിണ്ടുന്നില്ല. കുനിഞ്ഞ് കുട്ടിയെ വാരി പിടിച്ച് കവിളിൽ ആഴമുള്ള ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് വിതുമ്പലൊതുക്കാൻ ആ അമ്മ പാടുപെടുന്നു.
ബന്ധപ്പെടുന്നു. മകന്റെ ചെറിയ കുട്ടി, പോട്ടെ മക്കളെ, അമ്മൂമ്മ അവിടുന്ന് ഫോൺ ചെയ്യണം. ചെയ്യാം, ഇന്ന് വിളിക്കണം. ഇന്നിപ്പോ എന്താ വിളിക്കാൻ? നാളെ വിളിക്കാം. എപ്പോ? നാളെ രാവിലെ. രാവിലെ എത്ര മണിക്ക്? മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മൂമ്മ വിളിക്കാം. കുട്ടി തലയാട്ടി. ആ അമ്മൂമ്മയുടെ ഒരു സ്നേഹം നോക്കൂ, തന്റെ കുഞ്ഞു പേരക്കുട്ടിയുടെ അടുത്ത്. ആ കുഞ്ഞുങ്ങളുടെ ഒപ്പം ജീവിക്കാനല്ലേ ആ അമ്മ ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് അംബികയുടെ കണ്ണുകളിൽ നനവ് വന്നു. മറ്റാരും കാണാതെ അവളത് മാനേജ് ചെയ്തു. നാരായണൻ കുട്ടി വന്ന് ഡോർ തുറന്നു പിടിച്ചു. അമ്മ കുട്ടിയെ വിട്ട് ഒരു സ്റ്റെപ്പ് കാറിനടുത്തേക്ക് വെച്ചു. എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു, പശുവിന്റെയും ആടിന്റെയും കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവൾക്കാ. അവളത് നിങ്ങൾ പോയിട്ട് വേണ്ട പോലൊക്കെ വീതിച്ചു കൊടുത്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നിന്നോട്ടെ. തന്റെ പശുവും പശുക്കുട്ടിയും ആടുകളും അത് ആ വീട്ടിലെ പരിചാരികയായ അമ്മിണി എന്ന പെൺകുട്ടി അവൾക്ക് അമ്മ നൽകുന്നു. നിങ്ങൾ പോകുന്നത് വരെ അവരിവിടെ നിന്നോട്ടെ, കുട്ടികൾക്ക് കളിക്കാം. അതിനുശേഷം അമ്മിണി വേണ്ടതുപോലെ അതെല്ലാം കൈകാര്യം ചെയ്തുകൊള്ളും. ഇത് കേട്ടിട്ട് അമ്മിണി കണ്ണു തുടയ്ക്കുകയാണ്. പിന്നീട് വീണ്ടും അമ്മ പറയുന്നു, നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാൻ ഇടയായാൽ ആ മാവ് തന്നെ വെട്ടണം. അമ്മയ്ക്ക് ഉറപ്പില്ല, നടക്കുമോ എന്ന് തോന്നുന്നില്ല. എങ്കിലും എന്നെ ഈ പുരയിടത്തിൽ ദഹിപ്പിക്കാനാണ് സാഹചര്യമെങ്കിൽ ആ ഞാൻ പറഞ്ഞ മാവ് തന്നെ വെട്ടി എന്നെ ദഹിപ്പിക്കണം. ഇതെല്ലാം കേട്ടിട്ട് നാരായണൻകുട്ടി അസ്വസ്ഥനായി. അംബികയെ നോക്കി. കാറിലേക്ക് കയറാനായി ഡോറിൽ പിടിച്ച് പെട്ടെന്ന് ഓർത്തതുപോലെ അമ്മ തിരിഞ്ഞു നിന്നു. അമ്മ കാറിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് തിരിഞ്ഞു നടന്നിട്ട് പറയുന്നു, ആ പറയുന്ന വാചകം എന്താണെന്നൊന്ന് ശ്രദ്ധിക്കൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്. ഞാനിപ്പോ എങ്ങോട്ടോ പോവാണല്ലോ. എവിടെയാണെന്ന് അമ്മയ്ക്ക് അറിയില്ല, ഏത് സ്ഥലമാണെന്ന് അറിയില്ല. എല്ലാവരും കൂടി എവിടെയോ കൊണ്ടു ചെന്നാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എങ്ങോട്ടോ പോവാണല്ലോ. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്, പിള്ളാര് പോലും. കേട്ടോ, അമ്മയുടെ ആ ഉള്ളിലെ ആ വിങ്ങലുകളാണ് വാക്കുകളായിട്ട് വരുന്നത്. തന്നെ സ്നേഹിക്കാത്ത, തന്നെ വേണ്ടാത്ത മക്കൾ അമ്മയെ വേണമായിരുന്നു എങ്കിൽ അവർ ഇങ്ങനെയൊരു കാര്യം ഇവിടെ ചെയ്യുമായിരുന്നോ? അമ്മയെ ശരണാലയത്തിലാക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. അപ്പോൾ മക്കൾക്ക് അമ്മയെ വേണ്ട. വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു. മക്കൾക്ക് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അമ്മയെ എവിടെയോ കൊണ്ടുപോയി ആക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് നിങ്ങളാരും വരരുത്, ഈ ചെറിയ കുട്ടികൾ പോലും. അത് കേട്ടിട്ട് എല്ലാ മുഖങ്ങളിലും ഒരു പകപ്പ് വരുന്നു. അമ്മ കാറിലേക്ക് കയറുന്നു. നാരായണൻകുട്ടി ഡോർ അടച്ചു. ഈ സമയത്ത് അകലെ പശു കരഞ്ഞു. അമ്മ ഞെട്ടലോടെ അവിടേക്ക് നോക്കി. അമ്മയുടെ കാഴ്ചപ്പാടിൽ അകലെ പറമ്പിൽ പശു അത് നീട്ടിക്കരഞ്ഞു. കണ്ടോ, മനുഷ്യരെക്കാൾ സ്നേഹം മൃഗങ്ങൾക്കാണ്. അമ്മ സ്നേഹിച്ചു വളർത്തിയ ആ പശു, അതിന് മനസ്സിലായി അമ്മ അതിനെ വിട്ടിട്ട്, വീട് വിട്ടിട്ട് എവിടേക്കോ പോവുകയാണ് എന്ന്. ആ മൃഗം അമ്മ കാറിൽ കയറുന്ന സമയത്ത് കരയുകയാണ്, നീട്ടിക്കരയുകയാണ്. അതിന്റെ വേദന അത് കരഞ്ഞു തീർക്കുകയാണ്. അപ്പോൾ വേറെ എവിടെ നിന്നോ ഒന്നുകൂടി കേട്ടു. ഒരു പക്ഷേ ആ പശുവിന്റെ കുഞ്ഞായിരിക്കാം, പശുക്കുട്ടിയായിരിക്കാം അപ്പോൾ കരഞ്ഞത്. വളരെയധികം ഹൃദയസ്പർശിയായ ഒരു കഥ. ഇവിടെ ഈ അമ്മയെ ശരണാലയത്തിൽ കൊണ്ടുചെന്നാക്കി മക്കൾ തിരിച്ചു പോരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? അമ്മ
ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ആണോ അമ്മയ്ക്ക് ശരണാലയത്തിൽ? ഏകാന്തത. അമ്മയുടെ ജീവിതം അതായിരുന്നില്ല. അന്ന് രാത്രിയിൽ തന്നെ അമ്മ മരണമടയുകയാണ്. ഈ വിവരം അറിഞ്ഞിട്ട് അമ്മയുടെ മൃതശരീരം പിറ്റേ ദിവസം തന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അമ്മയുടെ ആഗ്രഹപ്രകാരം ആ കട്ടിലിൽ കുറച്ചു നേരം, അമ്മ എന്നും കിടന്നുറങ്ങിയിരുന്ന കട്ടിലിൽ കുറച്ചു നേരം കിടത്തുന്നു. പിന്നീട് ആ മാവ് വെട്ടി ശരീരം ദഹിപ്പിക്കുന്നു. കഥ അവിടെയും അവസാനിച്ചില്ല. വീട് വാങ്ങിക്കാം എന്നേറ്റ വ്യക്തി അതിൽ നിന്ന് ഒഴിവാകുന്നു. തുടർന്ന് ഗോപന് ആകെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. ഇതിന്റെ എല്ലാം കാരണക്കാരൻ താനാണല്ലോ. അമ്മയുടെ ജീവിതം, അമ്മയുടെ ജീവൻ പെട്ടെന്ന് നഷ്ടമായത് എല്ലാം താൻ കാരണമാണല്ലോ എന്നോർത്ത് അയാൾ ആകെ ഒരു ചിത്തഭ്രമം പിടിച്ച പോലെയായി മാറുന്നു. തുടർന്ന് അയാൾ ഒരു തീരുമാനത്തിലെത്തുകയാണ്. താൻ ഈ വീടും പറമ്പും വിൽക്കുന്നില്ല, ഈ ഇവിടെ തന്നെ കുടുംബസമേതം ഇനിയുള്ള കാലം ജീവിക്കാൻ പോവുകയാണ് എന്ന്. അങ്ങനെ ആ തറവാട്ടിൽ അയാൾ തന്റെ അടുത്ത ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള ആ ഒരു തീരുമാനത്തിൽ സിനിമ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ സിനിമയിലൂടെ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം അല്ലെങ്കിൽ വലിയൊരു കാര്യം, ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന വൃദ്ധസദനങ്ങൾ, അതിന്റെ ആവശ്യകത ഒക്കെയാണ്. അച്ഛനമ്മമാരെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ നോക്കാത്ത എത്രയോ മക്കളാണ് ഉള്ളത്. പഠനത്തിനും തൊഴിലിനുമായി വിദേശങ്ങളിലേക്ക് പറക്കുന്ന അവർ കുടുംബസമേതം അവിടെ താമസിക്കുന്നു. നാട്ടിൽ അശരണരായ മാതാപിതാക്കൾ, അവരെ ആര് നോക്കും, ആര് പരിചരിക്കും? അതുകൊണ്ട് അവരെ പണം കൊടുത്ത് വൃദ്ധസദനങ്ങളിലാക്കുന്നു. ചിലരാണെങ്കിൽ തെരുവോരങ്ങളിൽ ഉപേക്ഷിക്കുന്നു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ ദിനം പ്രതി ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ആണ് ഈ പാഠത്തെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. വളരെ ലളിതമായ ഒരു പാഠമാണ്. നിങ്ങൾക്ക് ഇതിന്റെ ആശയം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ സിനിമ ഒന്ന് കാണണം, ആദ്യാവസാനം കാണണം. അപ്പോൾ കാണാനുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്കുണ്ട്. അപ്പോൾ ഈ പാഠം പഠിക്കാൻ അത് കുറച്ചുകൂടി പ്രയോജനപ്പെടും. വളരെയധികം നല്ല കുടുംബ സിനിമ തന്നെയാണ്. നല്ല ഒരു അന്തരീക്ഷം നൽകുന്ന സിനിമ തന്നെയാണ്. ഇതില് പ്രത്യേകിച്ച് അടിപിടിയോ നൃത്തങ്ങളോ ഒന്നുമില്ല. ഒരു പുഴയിലെ ഓളങ്ങൾ അലയടിക്കുന്നത് പോലെയുള്ള ഒരു സാധാരണ സിനിമ. അപ്പോൾ എല്ലാവരും കാണുക. പിന്നെ ഇതിലെ നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.